ശ്രീ ഉല്ലാസ് ബാബു, അങ്ങനെ പിണറായി വിജയൻ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയുമോ? പത്മകുമാർ എവിടെ നിൽക്കുന്നു, പിണറായി വിജയൻ എവിടെ നിൽക്കുന്നു? പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പത്മകുമാറിനുണ്ടാകുന്ന വികാരം എന്താണെന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഇത്ര വലിയൊരു കൊള്ള അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മുകളിലേക്ക് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യം, കടകംപള്ളി സുരേന്ദ്രൻ അറിയാതിരിക്കുന്ന സാഹചര്യം, ഇവരൊക്കെ അറിയാതെ ഇത്ര വലിയൊരു കൊള്ള അവിടെ നടക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്കാകുമോ ശ്രീ ഉല്ലാസ് ബാബു? പണ്ട് ജി സുധാകരൻ എന്ന് പറയപ്പെടുന്ന ഒരു ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടായിരുന്നതിലും ആ ജി സുധാകരൻ റെജി ലൂക്കോസ്, ബഹുമാനായ റെജി ലൂക്കോസ് കൂടി അറിയാൻ പറയുകയാണ്. അന്ന് വടക്കുന്നാഥൻ അമ്പലത്തിൽ നെയ്മല വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് പറയാൻ വൈകി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്തെല്ലാം പുകിലുകൾ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് ഉണ്ടാക്കിയെന്നറിയാമോ? കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും ദേവസ്വം ബോർഡ് മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും കൃത്യമായി അറിയിക്കണമെന്ന ബോധ്യമിരിക്കെ ആ വിഭാഗത്തിൻ്റെ മറ്റൊരു മന്ത്രിമാരായിരിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത് അറിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒന്നാന്തരം തെറ്റ് എന്ന് പറയപ്പെടുന്ന റെജി ലൂക്കോസ്. ഇത് അറിയേണ്ട ഉത്തരവാദിത്തം, അറിയേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നു, അറിയേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. അവർ അറിയാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണമായിരുന്നു. എന്തുകൊണ്ടറിഞ്ഞില്ല? എന്തുകൊണ്ട് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നു? ഇപ്പോഴും കൊള്ള നടന്ന സമയത്ത് അദ്ദേഹം പറയും നടപടിയെടുക്കും. അങ്ങനെയുള്ളൊരു നടപടിയെടുക്കേണ്ടതായിട്ടുള്ള മാത്രം കാര്യമല്ലല്ലോ. അതിൻ്റെ പുറകിലേക്ക് ചങ്ങല വെച്ച് കൃത്യമായി പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് എത്തുമെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് കൃത്യമായി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒരു മന്ത്രിയാകുന്നതും മുഖ്യമന്ത്രിയാകുന്നതും. ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഇങ്ങനെ നിരന്ന് നിന്നിട്ടും ഇങ്ങനെ കാട്ടുകൊണ്ടുപോയത് 9.5 കൊല്ലമായിട്ട് ആ സാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സാറ് കേരളത്തിന് ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് തന്നെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് നഷ്ടമെന്ന് പറയപ്പെടുന്നത് കട്ട മുതൽ തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം. കട്ട മുതലത്തിന്റെ വാല്യൂ എന്ന് പറയപ്പെടുന്നത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ നിന്ന് നിശ്ചയിക്കാവുന്ന വാല്യൂ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ മൂല്യം എന്ന് പറയപ്പെടുന്നത് അത് നിശ്ചയിക്കപ്പെടേണ്ടത് എത്രയോ വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് എത്രയോ ബഹുമാനിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ അതുകൊണ്ട് കട്ടവനെതിരെ നടപടി എടുക്കുന്നത് മാത്രമല്ല, ആ കട്ടതിന്റെ പ്രവർത്തിയെ കൃത്യമായി മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടായില്ല നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും. അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ കൂട്ടുനിന്ന് അവരെ സംരക്ഷിക്കാൻ ഇപ്പൊ തയ്യാറാകുന്നു. അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നത്തെ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പറഞ്ഞല്ലോ വൈകാരികമായി ബന്ധം റെജി ലൂക്കോസിനുണ്ട് ശബരിമലയോട്. തീർച്ചയായിട്ടും ഉണ്ടെന്നേ. ഈ വൈകാരികമായ ബന്ധം പൊതുസമൂഹത്തിനകത്ത് നിരവധി ആളുകൾക്ക് ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ കള്ളന്മാരെ എന്തിനാണ് നിങ്ങളുടെ സർക്കാർ സംരക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നത്. 2 ചോദിച്ചു, കർണാടകയിലെ സ്വാമിമാരടക്കമുള്ള ആളുകൾ വരുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ആത്മബന്ധം ശരിയാണ്. ഈ രാജ്യത്തെ എല്ലാ മേഖലകളിൽ നിന്നും ശബരിമല അയ്യപ്പനിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ എല്ലാം നെഞ്ചത്ത് ചവിട്ടിയിട്ടാണെന്നേ ഈ തെമ്മാടിത്തരത്തിന് ദേവസ്വം ബോർഡും മന്ത്രിമാരും സർക്കാരും അടങ്ങുന്ന വിഭാഗം ഈ കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തത്. അതാ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. 2, ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയം അങ്ങ് മാറ്റിവെച്ചേക്കൂ. രാഷ്ട്രീയം മാറ്റിവെക്കാം, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. കട്ടവനെ കിട്ടണം, കട്ട മുതൽ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ ഭഗവാന്റെ മുതലാവ്. കട്ട മുതൽ ഒരു സ്ഥലത്ത് മുരിക്കാതെ കൃത്യമായിട്ട് തന്നെ അതേപടി ആ മൂല്യത്തോടു കൂടി ആ ചൈതന്യം നഷ്ടപ്പെടുത്താതെ അത് തിരിച്ചു കൊണ്ടുവരാൻ, അത് തിരിച്ചെത്തിക്കാനുള്ള പ്രാപ്തി നിങ്ങളുടെ മുഖ്യമന്ത്രിക്കുണ്ടോ? നിങ്ങളുടെ ദേവസ്വം മന്ത്രിക്കുണ്ടോ? നിങ്ങളുടെ ദേവസ്വം പ്രസിഡന്റിനുണ്ടോ? നിങ്ങളുടെ ദേവസ്വം മെമ്പർമാർക്കുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും 21 നിത്യകട്ടപ്പന്മാർക്കുണ്ടോ? ശ്രീ റെജി ലൂക്കോസ്, അതിന് കഴിയുമോ? ഭഗവാന്റെ സ്വത്ത് ഉരുക്കാതെ അതേ രൂപത്തിൽ സന്നിധാനത്ത് എത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉല്ലാസ് ബാബു ചോദിക്കുന്നത്. അങ്ങേക്കൊന്ന് മറുപടി പറയാം. അത് കഴിയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. കാരണം വെച്ചാല് അതിന് ഉത്തമമായിട്ടുള്ള കഴിവുള്ള ഒരു അന്വേഷണ സംഘമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുപിടിച്ചില്ല എങ്കിൽ നേരത്തെ ഉല്ലാസം പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ യോജിക്കുന്നത് എന്താ അറിയോ? അതിന്റെ മൂല്യം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂല്യമല്ലത്. പിന്നെ ഞങ്ങളുടെ എന്ന് പറയേണ്ടത് നമ്മുടെ എന്ന് പറയാം. ശബരിമല നമ്മുടെ എല്ലാവരുടെയാണ് പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു. അത് ഞങ്ങളെന്ന് പറഞ്ഞ് അവസാനം ഒരു ചോദ്യം ശ്രീ വത്സൻ തില്ലങ്കേരി. ഇപ്പോൾ വളരെ കൃത്യമായി ഈ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഒരു കൊള്ള നടന്നിട്ടുണ്ട്. ഈ സ്വർണം ഉരുക്കുന്നത് ഹൈദരാബാദിൽ വെച്ചാണ്. ഉരുക്കിയോ അതോ കടത്തിയോ എന്നതൊക്കെ വളരെ കൃത്യമായ അന്വേഷണത്തിൽ ബോധ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഏതായാലും അയ്യപ്പന്റെ സ്വർണം അതുപോലെ അവിടെ സന്നിധാനത്ത് എത്തിക്കാൻ ഈ അന്വേഷണത്തിൽ കൂടെ സാധ്യമാകുമോ? വളരെ പെട്ടെന്ന് മറുപടി. ഇതിലിപ്പോൾ അന്വേഷണത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണത്തിൽ വിശ്വസിക്കണമെങ്കിൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 3 തവണ ശബരിമലയുമായി ബന്ധപ്പെട്ട അവലോകനവും നടത്തുന്നതാണ്.
മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താ കേരളത്തിൽ CPM പ്രചരിപ്പിക്കുന്നത്? ഒരിലയനങ്ങിയാൽ അദ്ദേഹം അറിയുന്നു. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള പോലീസ് സംവിധാനം, മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള വിജിലൻസ്, മുഖ്യമന്ത്രി കയ്യിലുള്ള ക്രൈംബ്രാഞ്ച്, ഇവരാരുമല്ലല്ലോ 10 വർഷമായി അവിടെ നടക്കുന്ന ഈ കൊള്ളക്കാരനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സംഭവം സാധാരണ എന്താ ചെയ്യുക? പോലീസ് പിടിച്ചിട്ട് കോടതിനെ ഏൽപ്പിക്കുകയല്ലേ ഇത്. ഇപ്പോൾ എന്താ ചെയ്തത്? കോടതി പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കുക ചെയ്തത്. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കിയട്ടെ. പോലീസ് പിടിച്ച് കോടതി ഏൽപ്പിക്കേണ്ടതിന് പകരം കോടതി പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കേണ്ടി വരുമ്പോൾ അതിലും നടിക്കുകയാണോ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിനെയൊക്കെ കുറിച്ച്? 100% പരാജയമല്ലേ ഇത്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഇവിടെ ഇതുപോലുള്ള ഈ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഈ ഒരു അനാസ്ഥയും കൊള്ളയും, ആ കൊള്ള അവസാനിപ്പിക്കണമെങ്കിൽ ശക്തമായ ഒരു അന്വേഷണം, ഒരു സംവിധാനം അതിശക്തമായ കേന്ദ്ര അന്വേഷണം, കേന്ദ്ര ആക്ട്, ഇതൊക്കെയാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്.